ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവില എന്ന് കേട്ടാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ആരായിരിക്കും? മറ്റാരുമല്ല, ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ തന്നെ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നാം കേൾക്കാറുണ്ട്, ചിലരൊക്കെ ഒളിച്ചോടിയെന്ന്. ചിലരൊക്കെ തങ്ങൾക്കിഷ്ടപ്പെട്ടവൻ്റെ കൂടെ ഒളിച്ചോടി, ചിലർ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി. നമ്മുടെ അമ്മ ത്രേസ്യയും ചെറുപ്പത്തിലെ ഒളിച്ചോടിയ പെൺകുട്ടിയായിരുന്നു. അവൾ എന്തിനെന്നോ ഒളിച്ചോടിയത്? ദൈവത്തെ കണ്ടെത്താൻ. 7 വയസ്സുള്ള അമ്മ ത്രേസ്യ തൻ്റെ 12 വയസ്സുള്ള ചേട്ടനെയും കൂട്ടിക്കൊണ്ട് സ്പെയിനിലെ മുഹമ്മദിയരുടെ ദേശത്തേക്ക് ഒളിച്ചോടുകയാണ്. മുഹമ്മദിയർ ക്രിസ്ത്യാനികളെ കണ്ടാൽ കൊല ചെയ്യുന്ന കാലം. അവിടെ എത്തി ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും രക്തസാക്ഷിയായി വേഗം സ്വർഗത്തിലെത്തി ദൈവത്തെ കാണുവാനും വേണ്ടിയായിരുന്നു അവളുടെ പരിശ്രമം. കുട്ടികളെ കാണാതായി എന്നറിഞ്ഞ കുടുംബാംഗങ്ങൾ അവരെ അന്വേഷിച്ചിറങ്ങി. പാതി വഴിയിൽ വെച്ച് അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അമ്മ ത്രേസ്യയുടെ ആദ്യത്തെ പരിശ്രമം പരാജയമായി. എന്തൊരു തീഷ്ണതയാണല്ലേ ദൈവത്തെ കണ്ടെത്താൻ! ഇങ്ങനൊരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സ്പെയിനിലെ ആവിലായിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ 1515 മാർച്ച് 28 ത്രേസ്യ ജനിച്ചു. സമ്പന്നതയുടെ നടുവിലേക്കാണ് അവൾ പിറന്നു വീണത്. ചെറുപ്പത്തിലെ രക്തസാക്ഷിയാകണമെന്നും ദൈവത്തെ കാണണമെന്നുമൊക്കെ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഒരിക്കലും ഒരു കന്യാസ്ത്രീ ആകണമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. യൗവനോക്തയായ ത്രേസ്യ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ദൈവത്തെയും ലോകത്തെയും ഒരുപോലെ തേടി. വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുവാനും മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാനും അവൾ നിരന്തരം പരിശ്രമിച്ചു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്ന്. നാം കേൾക്കാറില്ലേ, ഗോഡ്സ് വേസസ് ആർ ഓൾവേസ് ഹയർ ദാൻ അവർ വേസസ്. അതെ, ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും നമ്മളെക്കാൾ ഉയർന്നതാണ്. ജീവിതയാത്രയുടെ മധ്യേ ദൈവത്തിന് അവളെ പറ്റിയുള്ള ഹിതങ്ങൾ നിറവേറിക്കൊണ്ടിരുന്നു. ദീർഘനാളത്തെ രോഗശയ്യയിൽ തൻ്റെ നിസ്സാരതയും ജീവിതത്തിൻ്റെ ഇല്ലായ്മയും അവൾ മനസ്സിലാക്കി. അനശ്വരതയെ പുൽകുവാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അങ്ങനെ തൻ്റെ 18-ാം വയസ്സിൽ പിതാവിൻ്റെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് ഒരു കന്യാസ്ത്രീ ആകുവാൻ ആഗ്രഹിച്ച് കർമ്മല സഭയിൽ അവൾ ചേർന്നു. 31-ാമത്തെ വയസ്സിൽ തന്നെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചു. 1561 തൻ്റെ 46-ാമത്തെ വയസ്സിൽ ചൈതന്യമുറ്റ തൻ്റെ സഭയെ നവീകരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. അതിനായി അവൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഒരു ദർശനത്തിൽ ദൈവം അവളോട് പറഞ്ഞു, മകളെ, ഭയപ്പെടേണ്ട, ദൈവം നിന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പിന്നീട് ത്രേസ്യയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു ഖരഘോഷമാണ്. 1562 ഓഗസ്റ്റ് 24-ാം തീയതി ആവില പട്ടണത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ തീഷ്ണതയാൽ എരിയുന്ന കർക്കശമായ സന്യാസ നിയമങ്ങളുള്ള ഒരു സമൂഹത്തിന് രൂപം നൽകുവാൻ ദൈവം അവളെ ഉരുവാക്കി. അങ്ങനെ കർമ്മല സഭയുടെ നവീകൃത സമൂഹം രൂപപ്പെട്ടു. സഭയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് എതിർപ്പുകൾ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച അവൾ ധീരതയോടുകൂടി മുന്നേറി. ഈ കാലഘട്ടത്തിൽ യുവസന്യാസിയായ യോഹന്നാൻ ക്രൂസിന്റെ സഹകരണത്തോടെ കർമ്മല സഭയുടെ പുരുഷസഭയെയും നവീകരിക്കുവാൻ അവൾക്ക് സാധിച്ചു. തീവ്രമായി പ്രാർത്ഥിക്കുന്ന നവീകൃത കർമ്മല സഭയുടെ അംഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സ്പെയിനിന്റെ വിവിധ ഭാഗത്ത് സമൂഹങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെ കർമ്മല സഭയുടെ നവീകരണം തിരുസഭയുടെ നവീകരണത്തിന് കാരണമായി. നല്ല ബുദ്ധികൂർമ്മ്യതയും നിശ്ചയദാർഢ്യവും ധീരതയും ഒപ്പം വിവിധ സഹനങ്ങളാൽ ശുദ്ധീകൃതമായ ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യയുടേത്. നിരന്തരം തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധത്വത്തിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിച്ചു. എത്ര മനോഹരമായിരുന്നു ആ സാന്നിധ്യം! അങ്ങനെ പ്രാർത്ഥനയിൽ അടിയുറച്ച് വളർന്ന് ഉയർന്ന അമ്മ ത്രേസ്യ ലോകത്തിന് ഒരു മാസ്റ്റർ പീസ് സമ്മാനിച്ചു. അതാണ് ആഭ്യന്തര കാർമ്മ്യം എന്ന ആത്മീയ ഗ്രന്ഥം. മറ്റനവധി ഗ്രന്ഥങ്ങളും അവൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. തിരുസഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ വേദപാരംഗത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട സ്ത്രീയാണ് നമ്മുടെ അമ്മ ത്രേസ്യ. 1882 ഒക്ടോബർ 4-ാം തീയതി തൻ്റെ 67-ാമത്തെ വയസ്സിൽ
അമ്മ ത്രേസ്യ നിത്യസമ്മാനത്തിനായി യാത്രയായി. മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് തൻ്റെ സഹസന്യാസികളോട് അവൾ പറഞ്ഞു, എൻ്റെ സ്വർഗീയ യാത്രയ്ക്കുള്ള സമയമായെന്ന്. മരിക്കുന്ന അന്ന് രാവിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ക്രൂശിത രൂപം കയ്യിലെടുത്ത് തൻ്റെ ചുറ്റും നിൽക്കുന്ന സഹോദരിമാരെ നോക്കി അവൾ പറഞ്ഞു, തിരുസഭയുടെ മകളായി ഞാൻ മരിക്കുന്നു. മെല്ലെ കണ്ണുകൾ അടച്ച് അമ്മ ത്രേസ്യയുടെ മുറിയിൽ നിന്ന് സൗരഭ്യം ഉയർന്നു. അതിന് സാക്ഷിയായ വന്യവൈദികൻ പറഞ്ഞു, മുറിയുടെ കതകും ജനലും എല്ലാം തുറക്കുവീൻ. ഈ സൗരഭ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരട്ടെ. അതെ, ആ വിശുദ്ധിയുടെ സൗന്ദര്യം അനുഭവിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇതാണ്: ദൈവത്തെ തേടുന്നവർക്ക് മറ്റെല്ലാം സംലഭ്യമാണ്. ദൈവം മാത്രം മതി, ദൈവം മാത്രം മതി, ദൈവത്തെ വിട്ട് മറ്റെന്ത്. എല്ലാവർക്കും അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.